ഹലോ ഫ്രണ്ട്സ്, മഴനൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ അവിടെ ഗ്രേസമ്മയുടെ വീട്ടിൽ ഗ്രേസമ്മയുടെ സമ്മതത്തോടു കൂടി ആ ഒരു മുറി തുറന്ന് അവിടെ എല്ലാം വൃത്തിയാക്കി അവിടെ ഇരുന്ന ഫോട്ടോകളെല്ലാം എടുത്ത് ഒരിടത്ത് അടുക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയുടെ മകൻ്റെ ഫോട്ടോയും മകൻ സ്നേഹിച്ചിരുന്ന പെണ്ണിൻ്റെ ഫോട്ടോയും ഒക്കെ അവിടെ ഉണ്ട്. അതെല്ലാം എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പുറത്ത് അവരുടെ പേരുകൾ എഴുതുന്നുണ്ട്, തുടയ്ക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അത് നല്ല വൃത്തിയാക്കി വെക്കുകയാണ് ആ മുറി. എന്നിട്ട് മോൻ്റെ ഫോട്ടോ എടുത്ത് കയ്യിലെടുത്ത് വെച്ച് ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ നേരത്തെ വിട്ടുപോയത്? പാവമല്ലേ ആൻറ്റിയും അങ്കിളും, അവരെന്തോരം വിഷമിച്ചു എന്നറിയോ? സാരമില്ല കേട്ടോ, അവരെ സ്നേഹിക്കാനും നോക്കാനും ഒക്കെ ഞാനുണ്ട്, ഞാൻ നല്ലോണം നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ഫോട്ടോയിൽ നോക്കി ആ ഫോട്ടോയും അതുപോലെ തന്നെ അയാൾ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോയും അടുത്തടുത്ത് വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അടുത്ത് നല്ലൊരു മെഴുകുതിരിയൊക്കെ കൊളുത്തി ശാമ്പ്രാണി തിരിയെല്ലാം കൊളുത്തി വെച്ച് ആ മുറി ആകെ പരത്താട്ടോ, സുഗന്ധം പരത്താണ്. എന്നിട്ട് വെളിച്ചവും ഒക്കെ ആയിട്ട് പൊടി പിടിച്ച് ഇങ്ങനെ കിടന്ന ആ ഒരു മുറി നല്ലൊരു മുറിയാക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാവരുടെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് വിളക്കം കൊളുത്തി വെച്ച് ഇനി ഗ്രേസമ്മയെ വിളിച്ചാൽ ഒന്ന് കാണിക്കണം, അത്രയേ ഉള്ളൂ. അതേസമയം കടപ്പാട്ടാണെങ്കിൽ നല്ലൊരു സംഭവമാണ് കേട്ടോ നടന്നിരിക്കുന്നത്. കാരണം കോളേജിലേക്കെന്നും പറഞ്ഞ് പോയിട്ട് രോഹിത് തൻ്റെ ഗേൾ ഫ്രണ്ടിനെയും വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നല്ലോ. അത് ചോദിക്കാൻ ചെന്ന അലീനയെ ശരിക്ക് ഷൗട്ട് ചെയ്യണം. അപ്പോൾ അലീന വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ കോളേജിലേക്കെന്നും പറഞ്ഞ് പോയിട്ട് എന്തേ നേരത്തെ വന്നതെന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയാം, നിനക്കെന്താ കാര്യം അതൊക്കെ അന്വേഷിക്കാം, നിനക്ക് എന്ത് അവകാശം അടിയുള്ളതെന്ന് ചോദിക്കുമ്പോൾ അലീന പറയാം, അവകാശമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ എനിക്ക് എന്താ അവകാശം എന്നുള്ളത്. എന്തവകാശം പറയടി? അല്ല ഒന്നുമില്ല, കയറിപ്പൊക്കോ എന്ന് പറയാം. നീ അങ്ങോട്ട് മാറടി, നിൻ്റെ ആവശ്യം എനിക്കെന്തിനാ, അങ്ങോട്ട് മാറ് എന്നും പറയാം. കയറി അകത്തേക്ക് വരുവാട്ടോ പെങ്കൊച്ചിനെ വിളിച്ചിട്ട്. എന്നിട്ട് അലീനോട് ചോദിക്കാം, നീ എന്തിനാണ് ഈ വീട്ടിനകത്തിരിക്കുമ്പോൾ ഈ കഥയൊക്കെ ഇങ്ങനെ കുറ്റിയിട്ട് അടച്ചു മൂടിയിരിക്കുന്നത്? അത്രയ്ക്ക് പേടിയാണോ നിനക്ക്? ആ പേടിയാ. പിന്നെ ഇവിടെ മാഡവും പിന്നെ സാറും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആരും ഇല്ലെങ്കിൽ ഇവിടെ കുറ്റിയിട്ടേക്കാൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയാം. ശരി, നീ അങ്ങോട്ട് മാറ്, കയറി നിൽക്കുന്നു. അപ്പോൾ അലീന വല്ല സങ്കടത്തോടെ അകത്തേക്ക് പോവാം. അപ്പോൾ കൊണ്ടുവന്ന ഗേൾഫ്രണ്ടിനെ അകത്തേക്ക് വിളിച്ചിട്ട് പറയാം, എടി എൻ്റെ വീടൊക്കെ നിനക്ക് കാണണ്ടേ, അതിനാണ് ഞാൻ ആദ്യം കൂട്ടിക്കൊണ്ടുവന്നത്. എടാ ഇപ്പോൾ കയറി പോയതാണോ സെർവൻറ്റ്? ആ അവളെ തന്നെ ഇവിടുത്തെ വേലക്കാരി. ഓ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, സുന്ദരിയാണല്ലോ. ചുന്നരി, ഇതാണോ ഈ സൗന്ദര്യം? പിന്നെ നിൻ്റെ അത്രയൊന്നും വരില്ല അവൾ. അപ്പോൾ തന്നെ ഗേൾ ഫ്രണ്ടിനെ അങ്ങ് പൊക്കി വെക്കുക കേട്ടോ. അപ്പോൾ ആ കൊച്ചിനൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയാം, ഇതാണ് നമ്മുടെ വീട്ടിലെ ഹാള്, അടുക്കള, വർക്ക് ഏരിയ, ലിവിങ് റൂം, പിന്നെ 2 ബെഡ്റൂമും ഉണ്ട്. പിന്നെ ഈ ബെഡ്റൂമിനകത്താണ് മുത്തശ്ശി കിടക്കണം. അത് ചാരി വെച്ചേക്കാട്ടോ, മുത്തശ്ശി അറിയണ പോലും ഇല്ല. പിന്നെ ഇനി എൻ്റെ റൂം നിന്നെ കാണണ്ടേ, അതങ്ങ് മേളില്ല, അങ്ങോട്ട് പോയാലോ? എന്നാൽ ശരി എന്നും പിന്നെ ഹെൽമെറ്റൊക്കെ ഊരി വെച്ചിട്ട് നേരെ മേളിലേക്ക് കയറിച്ചില്ല. കയറി മുറിക്കകത്ത് കയറി പടത്തിന് രോഹിത് അങ്ങ് ഡോറ് അടച്ചു. അലീനയ്ക്ക് താഴെ നിന്നിട്ടൊരു വല്ലാത്ത അങ്കലാപ്പായി കേട്ടോ. അവിടെ ഇനി എന്താ സംഭവിക്കുക ഒന്നും അറിയില്ല. പിന്നെ വീട്ടിൽ അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. എന്തായാലും എന്നോട് തന്നെ ചിലപ്പോൾ ചോദിക്കും. ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിലും അത് പ്രശ്നം, പറഞ്ഞാലും പ്രശ്നം, എന്തായാലും മേളിലേക്ക് കയറി ചെന്ന് നോക്കാം എന്ന് അലീനയുടെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അകത്ത് കയറിയ രോഹിത്ത് ഇങ്ങനെ അടുത്ത് ചെന്നിട്ട് ഗേൾഫ്രണ്ടിനെ തൊടയും പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒന്ന് ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൊച്ചു പലതവണ കുതിറി മാറുന്നുണ്ടെങ്കിലും അതിനൊന്നും വിടുന്നില്ല. എന്നിട്ട് ഒരു വല്ലാത്ത സാഹചര്യത്തിൽ അവരങ്ങനെ എത്തിപ്പെടുന്ന സമയത്താണ് പെട്ടെന്ന് ഡോറിലൊരു ശബ്ദം കേൾക്കണം. ഞെട്ടിത്തെറിച്ച് പോവാ രണ്ടുപേരും. എന്നിട്ട് രോഹിത്തിനാണെങ്കിൽ കട്ട കലിയുണ്ട്. ആ കുട്ടി പേടിച്ച് വരച്ച് കട്ടൻ്റെ മറവിലേക്ക് ഒളിച്ച് നിൽക്കുക. പതിയെ ഡോറ് പോയി തുറക്കുമ്പോൾ അലീനയെ മുന്നിലും. പറയാനുണ്ടോ രോഹിത്തിൻ്റെ ദേഷ്യം? എന്നതാടി നിനക്ക്, എന്തുവാടി നീ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത്? അല്ല, അത് നിങ്ങൾക്ക് കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാനാ. എനിക്കൊന്നും വേണ്ട, എന്നിട്ട് അമ്മയ്ക്ക് കൊണ്ടുകൊണ്ടിരി എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയാട്ടോ. അമ്മയ്ക്ക് ഞാൻ കൊടുത്തതാ രാവിലെ എന്നിങ്ങനെ പറയാട്ടോ അലീന. അത് കേൾക്കുമ്പോഴത്തേക്കും വീണ്ടും ദേഷ്യം വരണുണ്ട് നമ്മുടെ രോഹിത്തിന്. അപ്പോൾ രോഹിത്ത് പറയാം, എന്നോട് ആരാ ഇപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ നിന്നെ വിളിച്ചോ? അല്ല, നീ ഇവിടെ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ, ആ കുട്ടി എന്താ നിങ്ങളിവിടെ ചെയ്യണേന്നൊക്കെ ചോദിക്കും. അതറിയാം, നിനക്കെന്താടി ഇത്ര ആകാംക്ഷ? നീ എന്തിനാ ഇപ്പം അത് അന്വേഷിക്കണേ? അവളെ എൻ്റെ ഗേൾഫ്രണ്ടാണ്, ഞാൻ ചിലപ്പോൾ വിളിച്ചുകൊണ്ട് വരും, ഇവിടെ കൊണ്ട് ഇരുത്തിന്നൊക്കെ വരും, നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല രോഹിത്തെ, രാവിലെ കോളേജിലേക്കെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതല്ലേ, ഇവിടെ വേറെ ആരുമില്ല. എന്നിട്ട് ഒരു പെൺകുട്ടിയെ വിളിച്ച് വീട്ടിനകത്ത് വന്ന് കഥ കടച്ചിരിക്കാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോടി, പട്ടി മിണ്ടാതിരിക്കടി. അങ്ങനെ വായിത്തൊന്ന് വൃത്തികേടെല്ലാം വിളിച്ച് പറയാം. ഇത് കേൾക്ക് ആ കൊച്ചും പേടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കൊച്ചിനോട് അലീന ചോദിക്കുന്നുണ്ട്, എടി കൊച്ചേ, നിനക്ക് വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലേ? അവരറിഞ്ഞ പ്രശ്നമാവില്ലേ? നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ കൺട്രോൾ പോവുക കേട്ടോ. ആ ഒരു രോഹിത്തിൻ്റെ, നീ ആരാടി ഉപദേശിക്കാൻ വരുന്നത്, എന്നെ അവളെയോ? നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, വീട്ടു ജോലിക്ക് വന്നവളെ വീട്ടു ജോലി കാര്യം മാത്രം നോക്കിയാൽ മതി, ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞ് വീണ്ടും ചീത്ത വിളിക്കുക കേട്ടോ. അങ്ങനെ അലീന അവിടെ താഴെ ഇറങ്ങി വരിക.
പക്ഷേ രോഹിത്തിൻ്റെ ഈ പ്രതികരണശേഷിയും ആ ഒരു ദേഷ്യവും കാണുമ്പോൾ ആ കൊച്ചു തന്നെ പേടിച്ചു പോവാ. അത് ചോദിക്കുന്നുണ്ട്, എന്തിനാ രോഹി നീ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത്? പിന്നല്ലാതെ അവൾ ആരടി നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കാം? അവൾ ഇവിടുത്തെ വേലക്കാരിയല്ലേ, ഞങ്ങളതിൻ്റെ ഓണർ. അല്ലാതെ അവൾ പറയണ കേൾക്കാനല്ല ഞാനിവിടെ നിൽക്കണം, ഞങ്ങൾ പറയണത് കേൾക്കാനാ അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഓർഡറിടും, അവർ ചെയ്യണം, അതാ വേണ്ടത്. ഭരിക്കാൻ വന്നേക്കുന്നു. നിർത്ത്, നീ ഒന്ന് അടങ്ങ്. പിന്നെ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ ഇവിടെ വരണ്ട, വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ പ്രശ്നമാവും എന്നൊക്കെ. എടി നീ എന്തിനാ പേടിക്കണേ, ഞാനിവിടെ ഇല്ലേ? ശരി, അങ്ങനെ അവരതിനകത്ത് തന്നെ ഇരിക്കാട്ടോ. ആ സമയത്ത് അലീന ആകെ ടെൻഷൻ പിടിച്ച് താഴെ മുത്തശ്ശി റൂമിലേക്ക് കയറി വരിക. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ടെറസിൻ്റെ മേളിലെ സ്റ്റെയർകേസിൻ്റെ മേളിലേക്ക് നോക്കുന്നുണ്ട്. ടെൻഷൻ. എടി കൊച്ചേ, നീ എന്തിനാടി ഇങ്ങനെ കിടന്ന് അങ്കലാപ്പ് കാണിക്കുന്നത്? നിനക്കെന്താ ഇത്ര വലിയ പിടപെടുപ്പും ടെൻഷനും? എന്തു പറ്റി? ആരെങ്കിലും വന്നോ? അതോ എന്തെങ്കിലും കണ്ട് പേടിച്ചോ? അല്ല മുത്തശ്ശി, ഒരു സംഭവമുണ്ട്. എന്നതാ പറഞ്ഞോ? അല്ല മുത്തശ്ശി, ഇവിടെ രോഹി വന്നിട്ടുണ്ട്. രോഹിയോ? അവനെന്താ കോളേജിൽ പോയില്ലേ? കോളേജിൽ നേരത്തെ വന്നു, ക്ലാസ് കെട്ടിയിട്ട് വന്നാന്ന് തോന്നുന്നു. കൂടെ ഒരു പെണ്ണും കൂടെ ഉണ്ട്. പെണ്ണോ? അതെ, എടി നിനക്ക് തെറ്റിയതാവും, മുടി വല്ല നീട്ടി വളർത്തി വല്ല ആമ്പിള്ളേരുമായിരിക്കും, ഇപ്പോഴത്തെ കാലമല്ലേ. അല്ല മുത്തശ്ശി, ഞാൻ സംസാരിച്ചതാ, അവളെ ഞാൻ കണ്ടതാ. അവർ രണ്ടുപേരും കൂടി നേരെ രോഹിത്തിൻ്റെ മുറിയിൽ പോയി കഥ കടയ്ക്കുകയും ചെയ്തു. ഞാൻ അവിടെ പോയി സംസാരിച്ചു. എന്നെ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടതാ. ഞാൻ അങ്ങനെ ഇവിടെ വന്നത്. അത് ശരി, എൻ്റെ ഭഗവാനെ, ഈ ചെറുക്കൻ ആൾ കൊള്ളാവല്ലോ. ആ ഹരിയുടെ അടുത്ത് കൂടി വഷളനായി. ഓഫ്, എന്നതാ ഇനിയിപ്പോൾ ചെയ്യുക? ഒരു പെൺപിള്ളേരെയും വിളിച്ചും കൊണ്ട് വീട്ടിൽ വരിക, അതും ഇവിടെ ബാലചന്ദ്രനോ വൈജയന്തിയോ ആരുമില്ല. എത്ര ധൈര്യമുണ്ട്? നീ ഒരു കാര്യം ചെയ്യുവച്ചേ, അങ്ങോട്ട് ചെന്ന് രണ്ട് പറ, അപ്പോൾ കൊച്ചിനെ അങ്ങോട്ട് ഇറക്കി വിട്. വേണ്ട മുത്തശ്ശി, ഞാൻ അങ്ങോട്ട് പോയതാ. രോഹിത്തിൻ്റെ വായിരിക്കുന്നത് കേൾക്കാനുള്ളത് അത്രയും ഞാൻ കേട്ടു, എനിക്കിനി വയ്യ. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? ഈ വീട് നിന്നെയല്ലേ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. ഇവിടെ ബാലചന്ദ്രനോ വൈജയന്തിയോ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെയല്ലേ പറയുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ മുത്തശ്ശി? ഇനിയിപ്പോൾ പറഞ്ഞാലും എന്നെ പറയും, പറഞ്ഞില്ലേലും എന്നെ പറയും. ഇതാ ഇവിടുത്തെ അവസ്ഥ. മോളി, നിൻ്റെ സഹോദരനോ സഹോദരിക്കാണ് ഇതുപോലൊരു ആപത്തും പ്രശ്നങ്ങളിൽപ്പെട്ടാൽ നീ ഇടപെടില്ലേ? അതുപോലെ ആവണം. ഇവിടെയുള്ള എല്ലാവരും നിൻ്റെ സഹോദരങ്ങളും സഹോദരിയും ഒക്കെ തന്നെയാണ്. അതുപോലെ നീ ഇടപെടണം. മുത്തശ്ശി, അത് ഒന്നുമില്ല, ധൈര്യമായിട്ട് ചെല്ല്. നീ ഒരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ ബാലചന്ദ്രനെ വിളിച്ചറിയിക്കും. നിൻ്റെ കയ്യിൽ ഫോണുണ്ടല്ലോ. അയ്യോ, അത് വേണോ? പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമാവില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ധൈര്യമായിട്ട് പോ. അല്ല, നമ്പറൊന്നും എൻ്റെ കയ്യിൽ ഇല്ലല്ലോ മുത്തശ്ശി. നമ്പറിനാണോ പാട്? നീ ആ ഹാളിലേക്ക് ചെല്ല്. അവിടെ ബാലചന്ദ്രൻ്റെ സ്വർണ്ണക്കടയിലെ ഒരു കലണ്ടർ അവിടെ തൂക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. ഓഫീസിലെ നമ്പറും ഉണ്ട്, അവന് മൊബൈലിലെ നമ്പറും അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം ഒന്ന് വിളിക്കാനാണ് അതിൽ എഴുതിയിട്ടിരിക്കുന്നത്. നീ ആ നമ്പർ പോയി എഴുതിയെടുത്തോണ്ട് വാ, അല്ലെങ്കിൽ ഫോൺ എടുത്ത് അവിടെ ചെന്ന് അതിൽ എടുത്തിട്ട് നീ അങ്ങോട്ട് വിളിച്ച് പറ. ശരി മുത്തശ്ശി എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് പുറത്തിറക്കുമ്പം വീണ്ടും അലീനയ്ക്ക് സംശയം. പ്രശ്നമാവോ? തിരിഞ്ഞു നിന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുക, മുത്തശ്ശി, ഇതെനിക്ക് അവസാനം പാരയായിട്ട് വരുമോ? എന്ത് പാരയായിട്ട് വരാനാടി? ഞാനുണ്ട് നിൻ്റെ കൂടെ, നീ എന്തുകൊണ്ട് പേടിക്കണ്ട. ഇതാരറിഞ്ഞില്ലെങ്കിലും ബാലചന്ദ്രനെ അറിയണം, ഇല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിൽ മൊത്തം. അതുകൊണ്ടാണ് ഞാൻ പറയണം. ശരി എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് അലീന നേരെ പുറത്തേക്ക് ഇറങ്ങി ആ കലണ്ടറിലുള്ള നമ്പർ തപ്പി വിളിക്കുക. ഫോൺ എടുക്കുന്നത് അവിടെ വേറെ ആരോ, ബാലചന്ദ്രൻ സാറാണോ എന്ന് ചോദിക്കുക. അല്ലല്ലോ, സാറിൻ്റെ ഒന്ന് കൊടുക്കൂ, ഇത് വീട്ടിൽ നിന്നാണ്, ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന്. അങ്ങനെ ബാലചന്ദ്രൻ, ഹലോ അലീനയാണ്. എന്താ അലീനെ? അത് ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താ? അല്ല, രോഹിത്ത് കോളേജിൽ നിന്ന് വന്നു. എന്തോ പറ്റി അവന്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതല്ല, കോളേജിൽ നിന്ന് നേരത്തെ വന്നു, കൂടെ ഒരു പെൺകുട്ടിയുടെ ഉണ്ട്, മുറിക്കാതിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ട് എന്നെ വഴക്ക്. അത് ശരി, അവൻ അത്രയ്ക്കായോ? എന്നാൽ ഞാൻ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിന്ന് ചാടി തുമ്മിച്ച് വരാട്ടോ. അതാണ് അലീന നല്ലൊരു എട്ടിൻ്റെ പണി അവിടെ രോഹിത്തിന് കൊടുക്കുന്നുണ്ട്. അതാണ് വരുന്ന എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്